ഓക്കെ, റെഡി അല്ലേ? അപ്പോ വെൽക്കം ടു വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ബഡ്ജറ്റ് പോഡ്കാസ്റ്റ്. അപ്പോ നമ്മുടെ പോഡ്കാസ്റ്റ് നല്ല രീതിക്ക് ഏറ്റെടുത്ത 100-300ഓളം സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഒരു 10-200ഓളം ഫ്രണ്ട്സ് ഞങ്ങളോട് പറഞ്ഞു അതെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ. പിന്നെ ഞങ്ങൾ സജീവന്റെ മനസ്സിൽ ആലോചിച്ച് തൊട്ടങ്ങി അങ്ങോട്ട്. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് നല്ല പോസിറ്റീവ് ഫീഡ്ബാക്കുകളൊക്കെ കിട്ടുന്നുണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്ക് അതെ, എന്താ നിങ്ങൾക്ക് അറിയോ? ഇംഗ്ലീഷ് അറിയില്ല നിങ്ങൾക്ക്? ഇവിടെ താഴെ കൂടെ കയറ്റിയത്. അപ്പോ പോസിറ്റീവ് ഫീഡ്ബാക്കുകളാണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ അങ്ങനെ അധികം കിട്ടുന്നില്ല. കിട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യും. അതന്നെ, അത്രേ ഉള്ളൂ. നമുക്ക് അതിൽ നിന്ന് നല്ലതാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ നല്ലത് ഇങ്ങ് എടുക്കും, ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ സൈഡിലേക്ക് തട്ടി അങ്ങ് വിടും, അത്രേ ഉള്ളൂ. നമ്മളൊരു നെഗറ്റീവ് സംഭവം അല്ല വെളിയിലേക്ക് വിടുന്നത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മളത് വലിയതായിട്ട് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും മൈൻഡ് ചെയ്യണം. അഭിപ്രായങ്ങൾ പലതുള്ള ആൾക്കാരുണ്ടാവാം. അതെ, നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ, നമ്മളതിനെ മാനിക്കുന്നു. അതെ, ഇതൊരു തുറന്ന സദസ്സാണ്, നിങ്ങൾക്ക് എന്ത് വേണേ പറയാം. ഇഷ്ടപ്പെട്ടില്ലേ? വേണ്ട, യാതൊരു വിഷയമില്ല. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ സ്ക്രോൾ ചെയ്യാനൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ ചുമ്മാ കാണും, നിങ്ങളുടെ ആ ഒരു ക്ഷമയെ നിങ്ങൾക്ക് പരീക്ഷിക്കാം അല്ലെ? കമന്റ്സ് വന്നൊരു 10 തെരുവിളി. അതെ, കത്തട്ടെ അങ്ങോട്ട്. നൈസ് ആയിരിക്കും, രസമായിരിക്കും. അത് ഞാൻ മൈക്ക് കുറച്ചുകൂടെ അടുപ്പിച്ച് നോക്കട്ടെ കേട്ടോ. നമ്മുടെ പോഡ്കാസ്റ്റ് ബഡ്ജറ്റ് പോഡ്കാസ്റ്റ് ആണ്. അപ്പൊ ഇത് ഫ്രീക്വൻസി കുറയുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കും ഗോകുൽ എന്ന് പറയും. നമ്മൾ എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം എടുത്തിട്ട് പാടുള്ളതെല്ലാം ഗോകുലിൽ കൊടുക്കാറുണ്ട് പതിവ്. അപ്പൊ എന്താണ് ഇന്നത്തെ ടോപ്പിക്? ഇത് പെൺപിള്ളേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റൂ? അല്ല, പെൺപിള്ളേരുമായിട്ട് മെയിൻ ആമ്പിള്ളേർ അമ്മമാർ തമ്മിലുള്ള സംഭവം. ആമ്പിള്ളേർ അമ്മമാരാണ് കൂടുതലും ഇത്. പക്ഷെ ഉണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാലും ആമ്പിള്ളേർക്കാണെന്ന് തോന്നുന്നു കൂടുതലും. കാരണം ആമ്പിള്ളേരുമായിട്ട് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ കുറച്ചുകൂടി ഇന്റൻസിറ്റി കൂടുതലാണ്. ആൺകുട്ടികളും അമ്മമാരും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും കുറച്ച് അതിന്റെ ഇടയ്ക്ക് കൂടെ അതൊന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മള് പെൺപിള്ളേരുടെ കേസും കൂടെ പറഞ്ഞേക്കാം. പിള്ളേരെ കേസ് പക്ഷെ നമുക്കങ്ങനെ അറിയില്ലല്ലോ. നമ്മൾ കേട്ടുള്ള ഒരു അറിവാണല്ലോ നമുക്ക്. നമുക്ക് കേട്ടറിവ് വെച്ച് സംസാരിക്കാം. കേട്ടറിവിനേക്കാൾ വലുതാണ് കണ്ട ബന്ധം. അതെ, പറ്റിയ സത്യം. മുരുകനില്ലേ? മുരുകൻ. അപ്പൊ അതാണ്. അപ്പോ എന്താണ് നിന്റെ അമ്മയുടെ പേര് ഞാൻ ചോദിക്കുന്നില്ല, നമ്മള് പുറത്തേക്ക് വിടുന്നില്ല, നമ്മൾ പറയുന്നില്ല. അതെ, നിങ്ങൾ തമ്മിലൊരു ബോണ്ടൊക്കെയാണ്. എൻ്റെയർലി ഇപ്പൊ എന്റെ അമ്മയായിട്ടുള്ള ബോണ്ടും ഇവന്റെ അമ്മയായിട്ടുള്ള ഇവനുള്ള ബോണ്ടും എൻ്റെയർലി ഡിഫറെന്റ് ആണ്, ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അതുപോലെ സിമിലാരിറ്റീസ് ഇല്ലാന്നല്ല, കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. എൻ്റെയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ നീ നിന്റെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ പറ. അതൊക്കെ പോട്ടെ, നീ ഒന്ന് പറഞ്ഞു. നീ ഇപ്പോഴും പാടുന്ന ചോദ്യം എനിക്ക് അന്ന് ഞാൻ പയ്യെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അപ്പോ ഞാൻ എന്റെ മമ്മീനെ കണ്ടു തുടങ്ങുന്ന കാലം മുതൽക്കേ ഞങ്ങൾ തമ്മിൽ അടിയാ. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള അടിയാണ്, നല്ല കിണ്ണറടിയാണ്. ഈ പറഞ്ഞ കണക്ക് കണ്ടു തുടങ്ങിയ കാലം തൊട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് തലയ്ക്കൊരു അറിവും ബോധവും സംസാരിക്കാനുള്ള കഴിവൊക്കെ നല്ല രീതിക്ക് നല്ലൊരു തർക്കുത്തരവും തറതലയും പറയാൻ ഉള്ളൊരു കഴിവ് കിട്ടിയ അന്ന് തൊട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണേ. ചെറുപ്പം തൊട്ടേ ഈ പറഞ്ഞ കണക്ക് എല്ലാ ആമ്പിള്ളേർക്കും അമ്മമാരുടെ അടുത്തായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ ഫ്രീഡം, അല്ലെങ്കിൽ അമ്മമാരുടെ അടുത്ത് എന്തും പറയാം എന്നുള്ളൊരു വെപ്പുണ്ട്. ചിലരുടെ അപ്പന്മാര് കില്ലാടികളാണ്. അതെ, എന്നാലും ഒരു 100-ൽ 90 പേരും പറയുകയാണെങ്കിൽ അമ്മമാരുടെ അടുത്ത് കൂടുതലും എന്തും പറയാന്നുള്ള സെറ്റപ്പ് ആയിരിക്കും. അവരുടെ അടുത്ത് എന്തും പറഞ്ഞാലും അത് നമ്മുടെ വീടാണ്, നമ്മുടെ സ്വന്തം അമ്മയാണ്, അതുകൊണ്ട് നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല. നമ്മുടെ സ്വന്തം അമ്മയായതുകൊണ്ട് നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല. പറയാനുള്ളതല്ലെങ്കിൽ കേൾക്കാനുള്ളതിൽ ഇങ്ങോട്ട് കേൾക്കുകയും ചെയ്യും, പറയാനുള്ള 100 അങ്ങോട്ട് പറയുകയും ചെയ്യും. ആ പരിപാടി ഇവിടെ കഴിക്കും. അടി ഉണ്ടാകുമ്പോൾ സിറ്റുവേഷൻ അടിയാവട്ടെ എന്തോ ആവട്ടെ, നമുക്ക് എന്തും പോയി പറയാലോ, നമുക്ക് എന്തും പറയാം. എന്നാൽ തെറി പറയാനൊന്നും പറ്റത്തില്ല. തെറി പറയുന്നവന്മാരെ നമ്മൾ എന്റർടൈൻ ചെയ്യിക്കുന്നതല്ല. അമ്മമാരെ തെറി വിളിക്കുന്നവരെ നമ്മൾ തീരെ എന്റർടൈൻ ചെയ്യിപ്പിക്കത്തില്ല. നമുക്ക് ആ പരിപാടിയില്ല, നമുക്കറിയാവുന്നവർക്ക് ആ പരിപാടിയില്ല. നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു ഫ്രീഡം, ആ ഒരു സംഭവം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ബോണ്ടിനെ ഭയങ്കരമായിട്ടും അത് എൻഹാൻസ് ചെയ്യുന്നൊരു സംഭവമാണ്. അതല്ല, തർക്കുത്തരം അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമെങ്കിൽ നമ്മൾ അപ്പന്മാരെടുത്ത് ചിലപ്പോൾ അത്രയും റേജ് ആയിട്ട് വർത്താനം പറയില്ല. അതെ, അപ്പന്മാര് പൊട്ടിക്കും, എടുത്തൊരു വിദ്യയിലേക്ക്. അപ്പന്മാര് അതെന്ന് പറഞ്ഞാൽ അവർക്കൊരു പവർ ഉണ്ട്. അവരാണ് വീട്ടിലെ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കർ അവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ചെറുപ്പം തൊട്ടേ ഒരു ഇത് കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മമാരെപ്പോഴും വീട്ടിലുണ്ട്. ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള അമ്മമാരുടെ കാര്യമാണ് പറഞ്ഞത്. അമ്മമാരെപ്പോഴും വീട്ടിലുണ്ട്, രാവിലെ തൊട്ട് വൈകിട്ട് ഒരു വീട്ടിലുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ 24 മണിക്കൂർ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ ആളുടെ അടുത്ത് നമുക്ക് അത്ര വലിയ ഒരു റെസ്പെക്ട് ഉണ്ടാവില്ല. അത്ര ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ പേടി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. എന്തും ഫ്രീ ആയിട്ട് പറയാം, എന്തും കാണിക്കാം. ആ ഒരു സെറ്റപ്പാണ് നമുക്ക് അവരുടെ അടുത്ത് ഉണ്ടാവണേ. ഒരു 10 ദിവസം
അമ്മ ഇവിടുന്ന് മാറി എന്നാൽ നമുക്ക് ആ വില മനസ്സിലാവും. തീർച്ചയായിട്ടും കുറച്ച് വളർന്നു വരുമ്പോ നമുക്ക് ആ ബോധം വരും. അതെ അതെ. അമ്മ ഇവിടുത്തെ എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ എളുപ്പമാക്കുന്നു നമുക്ക് അപ്പൊ മനസ്സിലാവും. പക്ഷെ അല്ലാത്ത ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ആലോചിക്കില്ല. നമുക്ക് നമ്മുടെ അമ്മയാണെന്നറിയാം, പക്ഷെ അമ്മയാണ് അമ്മയെന്ന് ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാം അടി ഉണ്ടാക്കാറുണ്ട്. പരിപാടി കഴിഞ്ഞു. അത് പരിപാടി അവിടെ കഴിഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ കണക്ക് എല്ലാരും, അതായത് എല്ലാവർക്കും അറിയാം ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടത്. അമ്മമാര് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, നമ്മൾ ബഹുമാനിക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം. അവര് ഇത്രയൊക്കെ ചെയ്യുന്നതാണ്, ഇത്ര നമുക്ക് വേണ്ടി എന്തോരം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. അയ്യോ നാളെ തൊട്ട് അടി ഉണ്ടാക്കണം, നമുക്ക് തന്നെ വിഷമം വരും. എന്നിട്ട് ഇതെല്ലാം ആലോചിച്ചിട്ട് വിഷമം, നാളെ തൊട്ട് അടി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ വന്ന് താമസിച്ച് 9 മാസം 10 മാസം നമ്മളെ ചുമന്ന് പെറ്റ് ഈ ചെറുതിലുള്ള പരിപാടിയും കാണിച്ചുകൊണ്ടാണ് അവിടെ പോയി ഇവിടെ പോയി തലയിടിച്ച് നമ്മളെ വളർത്തി ഇത്ര വലുതാക്കിയിട്ട് നമ്മളതൊക്കെ കാണിക്കാവോ എന്ന് നമ്മൾ ചിന്തിക്കും. അത് അടി ഉണ്ടാക്കി നമ്മൾ ആലോചിക്കണേ. അതെ, നമ്മുടെ അമ്മയല്ലേ, നമ്മൾ എന്തിനാ ഇങ്ങനെ? അത് തന്നെ. നാളെ തൊട്ട് വഴക്കുണ്ടാക്കുമ്പോ മിണ്ടാണ്ടിരിക്കാം, ഒന്നും പറയണ്ട. അമ്മയ്ക്ക് പറയാനുള്ള അമ്മ പറയട്ടെ. പിറ്റേ ദിവസം എന്നെ സംഭവിക്കണേ. പക്ഷെ അമ്മ പറഞ്ഞു തുടങ്ങുന്ന നിമിഷമുണ്ട് കത്തിക്കുന്ന നമ്മള് ഇട്ടത്ത് കത്തിക്കും. അതായത് അത്രയും നേരം എന്ത് ചിന്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. പിറ്റേ ദിവസം എന്തെങ്കിലും ചെറിയൊരു സാധനം എടുത്തിട്ട് കഴിഞ്ഞാല് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, താന്നു കൊടുക്കാൻ പറ്റത്തില്ല. അടിയോടടിയായിരിക്കും. പക്ഷെ അതാണ് ആ ഒരു ബോണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നീ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും നമുക്ക് അമ്മമാരാണ് നമ്മൾ കൂടുതലും വിളിക്കുന്നത്. അപ്പന്മാര് അത്ര അങ്ങ് വിളിക്കത്തില്ല. അമ്മമാര് നമ്മളെ എപ്പോഴും വിളിച്ചോണ്ടേയിരിക്കും. അപ്പന്മാർക്ക് ആ ഒരു ബോണ്ട് അങ്ങനെയാണ് എന്നൊക്കെയെന്ന് പറഞ്ഞാല്. പിന്നെ അവര് അപ്പന്മാര് കുറച്ചുകൂടെ അവന്മാര് ഇത്ര പ്രായം കഴിഞ്ഞാണ്, അവന്മാരുടെ കാര്യങ്ങൾ നോക്കിക്കോളും, അവന്മാര് സെറ്റ് ചെയ്തോളും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അമ്മമാര് ഇപ്പോഴും നമുക്ക് പിള്ളേരാ. അപ്പന്മാര് നമ്മൾ പിള്ളേര് തന്നെയാ, പക്ഷെ അമ്മമാർക്ക് നമ്മൾ തീരെ ചെറുതങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യത്തിൽ ആ ഒരു പേടിയും സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരും വിളിച്ചോണ്ടിരിക്കും. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞ വഴക്കുണ്ടാക്കുന്നൊക്കെ പറഞ്ഞാലും ആ ഒരു അനക്കം വീട്ടിലുണ്ടാക്കണ പിള്ളേരാണ്. പിന്നെ അപ്പനും അമ്മയായിട്ട് ടിപ്പിക്കലി അപ്പന്മാര് രാവിലെ ജോലിക്ക് പോകും, ഇപ്പൊ ക്ഷീണിച്ചായിരിക്കും വരുന്നത്. പിന്നെ വൈകുന്നേരം ഇരിക്കുക, അവരൊന്ന് വർത്താനം പറയാ, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ആ പരിപാടി ആയിരിക്കും. പക്ഷെ അമ്മമാര് രാവിലെ തൊട്ട് വീട്ടില് നമ്മളും കൂടി ഇല്ല എങ്കിൽ അയ്യോ ലോൺലി അവസ്ഥ. അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് പിറ്റേ ദിവസം വീട്ടിലിരിക്കാന്ന് വിചാരിക്കും, ഇരിക്കൂല. അതാണ്, ഇതെല്ലാം നമുക്കറിയാം, എല്ലാ സംഭവങ്ങളും നമുക്കറിയാം. പക്ഷെ നമ്മളത് എന്തോ അത് അവരായതുകൊണ്ടാണ് നമ്മൾ അങ്ങ് ചെയ്യത്തില്ല. ചെയ്യേണ്ട കാര്യമാണ്. എന്നാലും ഈ പറഞ്ഞ പോലെ എല്ലാ വഴക്കും ഉണ്ടാക്കും, എല്ലാം കാണിക്കും, കുത്തി എല്ലാം പറയുകയും ചെയ്യും. എന്നിട്ട് അപ്പുറം പോയിരുന്നിട്ട് നമ്മൾ വിഷമിക്കും. എന്നിട്ട് ഒന്ന് അപ്പോളജൈസ് അടിക്കാൻ വേണ്ടി ചെല്ലും. ചെല്ലുന്ന സമയത്ത് നാളെ ഇങ്ങോട്ട് കത്തിക്കും, പിന്നെ 10 അങ്ങോട്ട് കത്തിക്കും, അങ്ങോട്ട് ചെല്ലും. അമ്മേ എന്നാടാ ഒരു ഫുൾ സ്ക്രിപ്റ്റ് തല വെച്ചോണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഇങ്ങനെ പറയാം, ഇങ്ങനെ പറഞ്ഞിട്ട് ആ രീതിക്ക് അടുത്തൊക്കെ നിരുന്നൊന്ന് കാമാക്കാന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്കും നിന്നെ എനിക്ക് കാണണ്ട, നീ കുറച്ച് എന്നോട് പറഞ്ഞു. എന്റെ മുന്നേ രസമാണ്. ഈ പറഞ്ഞ കണക്ക് മുമ്പ് പറഞ്ഞാലേ, വീട്ടിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുവാണെങ്കിലും വീട്ടിൽ നിന്ന് മാറി കഴിഞ്ഞാൽ സ്പോട്ടിൽ വിളി വന്നിട്ട് ഒരു ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി എന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് കോൾ വന്നിട്ട് നീ ഇവിടെ ഇല്ലാത്തോണ്ട് അടി ഉണ്ടാക്കാൻ ആളില്ല, അങ്ങനെ തന്നെ പറയും. അടി ഉണ്ടാക്കാൻ ആളില്ല എന്ന് പറയും. ഓണസ്റ്റ് ആയിട്ട് ഉത്തരം പറയും കേട്ടോ. പിന്നെ സത്യസന്ധമായിട്ട് ഉത്തരം പറയും. നീ ഇവിടെ ഇല്ലാത്തോണ്ട് ഒരു സുഖമില്ല, നീ അടി ഉണ്ടാക്കാൻ ആരുമില്ല, ചുമ്മാ ചൊറിയാൻ ആരുമില്ല എന്ന് പറയും. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമാവും, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെല്ലാനും നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്നിട്ടോ പിന്നെ അടി. പക്ഷെ അത് എന്തായാലും അതൊരു ഭാഗ്യം തന്നെയാണ്. നമുക്കങ്ങനെ അടി ഉണ്ടാക്കാനും എല്ലാത്തിനും നമുക്കൊരാള്, ഇപ്പൊ മുമ്പ് നമ്മള് സിബ്ലിങ്സിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ അതിലും വലിയൊരു സംഭവമാണ് ഈ പറഞ്ഞ അമ്മമാര് വീട്ടിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കാരണം എന്തായാലേ നമ്മള് പകരത്തിനൊന്നും ആലോചിക്കുന്നൊന്നുമില്ല, പക്ഷെ എന്തൊരു സഹിക്കുന്നുണ്ടല്ലേ നമ്മളെയൊക്കെ. നമുക്ക് തിരിച്ച കടപ്പാട് വീട്ടാനേ പറ്റില്ല. തീർച്ചയായിട്ടും പറ്റത്തില്ല. നമുക്ക് ചെയ്തു തന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ചിട്ട് എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും? അത് നമുക്ക് ചെയ്യാൻ പറ്റണ ഒരു പ്രായം കഴിയുമ്പോ അവരെ നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ്. അതെ, അവർക്കൊരു നല്ലൊരു ലിവിങ് കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കുക. അവരിത്ര നാളം സഫർ ചെയ്തത്, അത് അപ്പനും അമ്മയ്ക്കും ഇത്ര നാളം സഫർ ചെയ്തത്, അവർക്ക് ആ ഒരു റിട്ടയർമെന്റ് കാലഘട്ട സെറ്റപ്പില് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഞങ്ങളൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഉണ്ടാക്കും ഒരു ദിവസം. ഇങ്ങനത്തെ ഒരു കേസുണ്ട്. അടി ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ കോംപ്രമൈസ് ആക്കാൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ, ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. വിളിക്കുമ്പോ മിണ്ടുപോലുമില്ലേ, നമ്മൾ വിളിച്ചത് അമ്മയെന്ന് അറിയാത്ത പോലെ അവിടെ ഇരിക്കും. വീണ്ടും നമ്മൾ 2 തവണ വിളിക്കും, ഇല്ല 3ാമത്തെ വിളിക്കും.
ആ ഒരു എന്നാ വിളിക്കുക തന്നെ നമ്മുടെ സകലമാന മൂടും പോകും. അതന്നെ അപ്പോളജീസ് ഒരു മാങ്ങാണ്ടില്ല അപ്പൊ പോവാന്ന് പറഞ്ഞ് നമ്മള് തിരിച്ചു പോകും. സത്യം. കാരണം എന്നൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ട്. അതായത് നമ്മളമ്മമാരുടെ അടുത്ത് അത്രയും കയർത്ത് പറയും, അത്ര അടി ഉണ്ടാക്കും. പക്ഷെ അവര് ഒന്ന് താന്ന് നിന്ന് നമ്മളോട് സംസാരിച്ചാണ് തിരിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു പ്രശ്നമാണ് അത്, അല്ലേ? ഇടയ്ക്ക് സൈക്കോളജിക്കലായിട്ട് തളർത്തൂടാ. ഉപയോഗിക്കുകയും ചെയ്യും. നീ എന്നോട് തന്നെ ഈ പറയണം. നീ ചിലവര് മറ്റേ പ്രസവിച്ച അതോട്ട് പറയാൻ തുടങ്ങും ഓരോ ദിവസത്തെ കഥ. പക്ഷെ അതിന്റെ പോലെ ആവശ്യമില്ല. നീ ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മൾ അത്രയും വലിയ കത്തികൾ എത്തിച്ച് ഇവര് പെട്ടെന്ന് ശരി ഒന്ന് കരച്ചിലോട്ടെ, കരയുന്നതിന്റെ കൂടെ ഒച്ച എടുക്കും സാധാരണ. പക്ഷെ ഒച്ചയൊന്നും എടുക്കാണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കൊള്ളുന്ന എവിടെയാണെന്നറിയോ? അവരവരുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. അല്ലേ? നമുക്ക് ആഗ്രഹമുണ്ട് അക്സെപ്റ്റ് ചെയ്യണം, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ചിലപ്പോൾ നമ്മള് ചെയ്ത നമ്മുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തെന്ന് കൂട്ടിക്കും. പക്ഷെ അവരുടെ ഭാഗത്ത് തെറ്റുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് അവരിങ്ങനെ ഒരുമാതിരി നമ്മളിൽ താന്നു പോയി എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാല് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അപ്പന്മാരുടെ കേസിലത് ഞാൻ കൂടുതലും കണ്ടേക്കുന്ന ഈ സംഭവം അപ്പന്മാരുടെ കേസിലാണ്. അതായത് അപ്പന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അടുത്ത് സമ്മതിക്കത്തൊന്നുമില്ല. നമ്മൾ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നും സമ്മതിക്കത്തില്ല. നമ്മൾ പറയുന്നതൊക്കെ തിരിച്ച് അങ്ങനെ വേറെ ടോപ്പിക് ആക്കാം. ശരിയാ. മിക്സ് ചെയ്ത് പറയായിരുന്നെങ്കിലേ ശരി. അതിനെപ്പറ്റി അപ്പന്മാരെ പറ്റി നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ട് അതിന്റെ അകത്ത് പറയാം. അപ്പൊ അമ്മമാരുടെ കേസ് ഈ പറഞ്ഞ പോലെ അവരതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് അങ്ങ് നിൽക്കുവാണെങ്കിൽ നമുക്ക് തീരെ പറ്റത്തില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് ഉണ്ട് താനും, എന്നാ അവരത് അക്സെപ്റ്റ് ചെയ്യണം നമുക്ക് ഇല്ലതാനും. ശരിക്കും നമുക്ക് ഉള്ളത് എന്നാന്നറിയോ? ഇവര് അവരുടെ ഇപ്പൊ അമ്മ എന്തെങ്കിലും മനുഷ്യന്മാരാണല്ലോ, അപ്പൊ എന്തെങ്കിലും ഒരു തെറ്റ് ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ അവന്റെ അമ്മയല്ലേ, എനിക്ക് രണ്ടെണ്ണോട് വഴക്ക് പറഞ്ഞ എന്നെ കുഴപ്പം, ഞാൻ 2 അടി വേണേ കൊടുക്കും, അത് കൊണ്ടോണ്ട് അവിടെ ഇരുന്നോണം എന്ന് വേണമെങ്കിൽ അവര് വിചാരിക്കും. ചില അമ്മമാര് ഭയങ്കര സോഫ്റ്റ് ആണ്, അവര് മകനെ ഒന്നും തല്ലാറോ ഒന്നുമില്ല, എന്നാലും അങ്ങനെ വിചാരിക്കും. പക്ഷെ നമുക്ക് ശരിക്കും അവര് തെറ്റ് സമ്മതിച്ച് തന്നെ സോറി പറയണമെന്നൊന്നും നമുക്കില്ല. നമുക്ക് ഇപ്പൊ ഒരു മോശം സംഭവം അവിടെ ഉണ്ടായെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി പിന്നെ അത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നീക്കം അമ്മമാര് നടത്തണം എന്നാണ് നമുക്കുള്ളൂ. തീർച്ചയായിട്ടും ഉള്ളൂ. സോറിയോ ഒന്നും പറയണ്ട, ഒന്നും വേണ്ട. സോറി ഒക്കെ പറഞ്ഞ് ഇടിഞ്ഞു പോകും. അത്രേ ഉള്ളൂ. പിന്നെ വേറെ സംഭവം കൂടെ പറയട്ടെ. ഈ അതായത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അമ്മമാരുടെ അടുത്താണ് ഈ പറഞ്ഞ കണക്ക് മക്കള് ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും പറഞ്ഞില്ലേ. അതായത് നമ്മൾ അയ്യോ അവരെന്തെങ്കിലും ഒന്ന് താഴുന്ന പോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ സോഫ്റ്റ് ആയിട്ടുള്ള അമ്മമാര് ചെറുപ്പം തൊട്ടേ അവന്മാരെ അങ്ങനെ ശീലിപ്പിക്കുകയാണെങ്കിൽ അവന്മാർ അതിലും വലിയ സെറ്റപ്പ് ആകത്തേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ അവന്മാർക്ക് ഇങ്ങനെയുള്ള ചിന്തയൊന്നും വരത്തില്ല സ്വാഭാവികമായിട്ടും, ഇല്ലേ? ഉള്ള കാര്യമില്ല. കാരണം ചെറുപ്പം തൊട്ടേ അമ്മമാരെ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ എന്തായാലും പോയി ഇങ്ങനെ കൊട്ടിക്കൊണ്ടേയിരിക്കും നമ്മള്. സാധ്യതയില്ലേ? കാരണം പക്ഷെ നമ്മള് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ഇങ്ങോട്ട് അടി ഉണ്ടാക്കുന്ന ഒരു അമ്മയാണ് എങ്കിൽ അവര് പെട്ടെന്ന് താന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആ രീതിക്ക് തന്നെ നമ്മൾ കീപ്പപ്പ് ചെയ്യാൻ നോക്കും. അങ്ങനെ ഒരു സംഭവമാണ്, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. അതുള്ള കേസ് തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞ അടി ഉണ്ടാക്കണത് കാര്യം പറഞ്ഞ ചെറിയൊരു എൻജോയ്മെന്റ് ആണ്. അതെ അതെ, നമ്മളങ്ങനെ സ്ക്രാച്ച് അപ്പിന്റെ ആൾക്കാരാണ് മൊത്തം. അതെ തീർച്ചയായിട്ടും. ആഴ്ചയിൽ ഒന്നെങ്കിലും മിനിമം ഒരു അടിയെങ്കിൽ ഒരടി വിട്ടു. എന്റെയൊക്കെ വീട്ടില് മോനെ ഡെയിലി എങ്ങനെ പോലും ഉണ്ടാവും. അല്ല വീട് പണിതോണ്ടിരുന്നപ്പോ നമ്മളിങ്ങനെ പറഞ്ഞു തൊട്ടടുത്ത് വീടുണ്ടല്ലേ, അപ്പൊ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന ആൾക്കാർ കേൾക്കും അല്ലേ എന്ന് പറഞ്ഞു ഒച്ച കത്തിയോടെ വഴക്കുണ്ടാക്കണേ. ഒന്നുമില്ല, ഫുൾ വോളിയത്തിലാ കളി മൊത്ത നടക്കണേ ഇവിടെ. എന്റെയൊക്കെ വീട്ടിലിരിക്കണ ഒച്ച കേട്ടല്ലോ. ഞങ്ങളുടെ അവിടെ ഒരു വില്ല സെറ്റപ്പിലാണ് വീടുകൾ മൊത്തം ഒരുക്കുന്നത്. അങ്ങേറ്റത്ത് തുടക്കത്തെ വീടിന്റെ അവിടെ വരെ കേട്ടാ അല്ലെ? കേക്കാം. അമ്മാതിരി സൗണ്ടിലാണ് ഞങ്ങൾ കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നത്. എനിക്കും എന്റെ മമ്മിക്കും ആ ഒരു കാര്യത്തിൽ നല്ല പ്രത്യേകത. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സൗണ്ട് മോഡുലേഷനാണ്. ഞങ്ങൾ അങ്ങോട്ട് പിടിക്കും, ഞങ്ങൾ അങ്ങോട്ട് കൂടും. അന്യായ സെറ്റ് പരിക്കും. എടാ വേറെ സംഭവം പറയട്ടെ. അതായത് ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു വീടിന്റെ അങ്ങേ മൂലയ്ക്ക് നമ്മൾ നിൽക്കുമായിരിക്കും, ഇങ്ങേ മൂലയ്ക്ക് അമ്മ നിൽക്കുമായിരിക്കും, ഇങ്ങേ മൂലയ്ക്ക് അമ്മ നിൽക്കുമായിരിക്കും, അങ്ങേ മൂല നമ്മൾ നിൽക്കുമായിരിക്കും. സ്വാഭാവികമായിട്ടും ഇതിന് മുമ്പത്തെ ഏതൊരു സിറ്റുവേഷനിൽ നമ്മൾ അങ്ങോട്ട് വിളിച്ചപ്പോ അമ്മ അറിഞ്ഞുകൊണ്ട് കേക്കാട്ടിരുത്തിട്ടുണ്ടാവണം. തീർച്ചയായിട്ടും കേക്കാട്ടിരുത്തിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മളെ ഇങ്ങോട്ട് വിളിക്കും. ഇപ്പൊ എന്നെയാണെങ്കിൽ ജോലെ ആദ്യം അത് പയ്യായിരിക്കും വിളിക്കുന്നത്, പക്ഷെ അങ്ങേ മൂലക്ക് എത്തിക്കൊള്ളാം ഞാനത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വൈകിട്ട് കേട്ടാ ഏതാ പകരത്തിന് പകരം കൊടുക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ജോയലേ വിട്ടൂല, ജോയലേ പയ്യൊന്ന് മൂളും, പക്ഷെ മൂളിയാലും അവിടെ കേക്കല്ല്. ആ ഒരു സെറ്റപ്പാണ്. ഇത് തന്നെ നേരെ തിരിച്ച് സംഭവിക്കും. അതായത് ഇപ്പൊ എന്നാ നമ്മൾ അവരെ അങ്ങോട്ട് വിളിക്കുക,
ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു അടി ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ നമ്മൾ അവരെ അങ്ങോട്ട് വിളിക്കുമ്പോൾ ആദ്യം ഇവര് കേട്ട പോലെ കാണിച്ചില്ല. പക്ഷെ രണ്ടാമത് അവര് കേൾക്കണം നമുക്ക് ഉള്ളിലുണ്ടെങ്കിലും കേൾക്കണ്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കത്തുള്ളൂ. കാരണം കേൾക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ അങ്ങോട്ട് പോയി കത്തിക്കാനുള്ള സ്പേസ് അവിടെ കിട്ടത്തുള്ളൂ അല്ലേ? ഉള്ള കാര്യം അവസാനം റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവര് കേൾക്കണമെന്നുണ്ട്, പക്ഷെ എന്നാൽ കേൾക്കണ്ടെന്നില്ല. കാരണം കേൾക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാതിരുന്നാലാണ് മൂന്നാമത്തെ കത്തിക്കലിനെ ഡയറക്റ്റ് പോയി കത്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. ആരാ ഇമാതിരി പാട്ടിട്ടേക്കുന്നേ? ആയോസിന്റെ അത് കിട്ടില്ലായിരിക്കും. കിട്ടത്തില്ലായിരിക്കും. പിന്നെ ഇങ്ങനൊരു സംഭവം കൂടെ ഉണ്ട്. അവിടെ വന്നിട്ട് അമ്മ വിളിക്കും, എടാ ഒന്ന് വന്നേ. അപ്പൊ നമ്മള് ചിലപ്പോ ഒരു വിളിക്ക് ചെല്ലില്ല, രണ്ടാമത്തെ നമ്മള് കേട്ടു, പക്ഷെ അമ്മ നമ്മൾ പറഞ്ഞ ആ ഒരു മിനിറ്റില് ചെന്നില്ല എങ്കിൽ മറ്റേ ജീനി ഇടപാടാണ്. ലാമ്പിൽ ഒരസുന്ന വഴി അവിടെ പ്രത്യക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ പണിയും നമ്മൾ ആ ഒരു മിനിറ്റിൽ അവിടെ ചെന്നില്ല എങ്കിൽ ഏത് മല പറിച്ചിരുന്ന പരിപാടിയാണല്ലോ തന്നെ അങ്ങ് ചെയ്യാൻ തുടങ്ങും. അയ്യോ, ചില സമയത്ത് വിളിച്ചിട്ട് എടാ ഒന്ന് വന്നേന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ വിളിക്ക് ചെല്ലുമ്പോ ഞാൻ വിളിച്ചോ നിന്നെ? എപ്പോ? ഏത് ഏത്? ഞാൻ ആരും വിളിച്ചിട്ടില്ല. നിന്റെ തോന്നലായിരിക്കും. നിന്റെ ഫോൺ ഉപയോഗം നീ കുറച്ചോ നീ കേട്ടോ. അതൊരു സംഭവം. എന്നാ ഉണ്ടെങ്കിലും നിനക്ക് തലവേദനയാണോ? നേരെ അമ്മ വന്നിട്ട് അവന്റെ അമ്മമ്മയുടെ ഒരു ഫോണി പണി. നീ ഫോണി പണി എന്ന് നിർത്തുന്നോ അന്ന് നിന്റെ തലവേദന മാറും. വിശപ്പില്ലേ? ഫോണി പണി. കാലുവേദനയാണോ? ഫോണിൽ പണി. മുഖ്യമന്ത്രി രാജിവെക്കാൻ പോകണോ? ഫോണിൽ പണിയായിട്ടിരിക്കണം. എടാ അപ്പം മരിച്ചില്ലേ, നീ ഫോണിൽ പണി. ഏറ്റവും പോലെ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഫോണിനെ കുറ്റം പറയുന്ന കുറച്ച് അമ്മമാരുണ്ട് നമുക്ക്. പക്ഷെ രസമാണ് കേട്ടോ. എന്നൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളും ഒരു അത്രയും നാളും വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ടെല്ലാം മാറി കഴിഞ്ഞാലും നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അവരെ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഒരു രക്ഷയില്ല. ഇത് പറയുമ്പോഴേ അപ്പന്മാരുടെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയണം എന്നുണ്ട്. പക്ഷെ അപ്പന്മാർക്ക് വേണ്ടി നമ്മളൊരു സെപ്പറേറ്റ് എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സിമ്പിളായിട്ട് രാവിലെ കേൾക്കുമ്പോ ഇപ്പൊ അപ്പൻ്റെ ഒരു ജോലി ഉണ്ടെങ്കിൽ ഭക്ഷണം ഒന്നും വെക്കാൻ സമയം കാണില്ല. അപ്പൊ അമ്മ ഒരു 10 ദിവസം എങ്ങോട്ടേലും വല്ലോ സ്വന്തക്കാരുടെ വീട്ടിലേക്കോ വല്ല ധ്യാനത്തിനോ ഒക്കെ പോയതാണ് എങ്കിൽ രാവിലെ കേൾക്കുമ്പോ തന്നെ ഫുഡില്ല, ഒരു സാധനമില്ല, ചായ ഇല്ല, ഒന്നുമില്ല. ഹോട്ടലിൽ പോയി കഴിക്കണോ? മടി, പൈസ പൊട്ടും. പിന്നെ ഇപ്പൊ എന്നാ കുളിക്കാൻ കയറുമ്പോ ചൂടുവെള്ളം വേണോ? അമ്മ ഉണ്ടാക്കും. വീട്ടില് കുടിക്കാൻ വെള്ളമില്ലേ? ആരാ വെള്ളം തിളപ്പിക്കാതെ? അമ്മയില്ലാത്തോണ്ട് വെള്ളം തിളപ്പിച്ചില്ല. എന്താ തുണിയൊന്നും അലക്കിയിടാത്തെ? അമ്മയുടെ ഇല്ലാത്തോണ്ട് തുണി അലക്കിയിട്ടിട്ടില്ല. അമ്മയുടെ ഇല്ലായിരുന്നു. എന്നാ ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഇതൊന്നും അറിയത്തുമില്ല. അറിയാമെങ്കിലും നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തുമില്ല. അതാണ് പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കണേ. അല്ലെങ്കിലും ഉള്ള കാര്യമല്ല. അതായത് ഇവര് രാവിലെ തൊട്ട് എനിക്ക് എന്തോരം പണിയാണ് എടുക്കണേ. ഈ സോക്കോളുടെ ഈ പറയുന്ന മമ്മി പറയുന്ന ഒരു പണിയും കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷെ എന്നാലും ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് മൂന്നാമത്തിനൊക്കെ ഞാൻ ചെയ്യത്തുള്ളൂ. എന്നാലും ഞാൻ മാറിയിരുന്ന് ചിന്തിക്കും. പക്ഷെ എന്തോരം പണിയാണ്. ചിലയിടത്ത് ഇങ്ങനെ തന്നെ ഇരിക്കും ആലോചിക്കും, എന്തോരം പണിയാണ് രാവിലെ തൊട്ട് രാത്രിയുടെ മമ്മി ചെയ്യാൻ. മമ്മി നടുവിലൊരു ബ്ലാക്ക് ബെൽറ്റും ഇവിടെ മുട്ടിട്ടുണ്ട് നീ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് മമ്മി പരിപാടികൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് വിഷമമായിട്ട് ഞാൻ നാളെ തൊട്ട് എന്തെങ്കിലും കൂടുതൽ പരിപാടിക്ക് കൂടണം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ എന്നൊക്കെ പറഞ്ഞാൽ ഇവരെന്തോരം പണിയാണ് രാവിലെ തൊട്ട് എടുക്കണത്. അമ്മമാര് കുറച്ചുകൂടി ആരോഗ്യം ശ്രദ്ധിക്കണം. അതെ, തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നമ്മളെ നോക്കി ഇരുന്ന് അല്ലെങ്കിൽ അപ്പനെ നോക്കി ഇരുന്ന് ഇവരുടെ കാര്യം ശ്രദ്ധിക്കില്ല. ഇവരുടെ ആരോഗ്യം പോയിട്ട് എന്നിട്ട് ഇവരെവിടെയെങ്കിലും കുറച്ച് കാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ വള്ളി ആർക്കാം. അത് തന്നെ. അപ്പൊ അവരുടെ കാര്യം കൂടി അവര് കുറച്ചുകൂടി നോക്കണം. നിങ്ങൾ കുറച്ചുകൂടെ അതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും എല്ലാ അമ്മമാർക്കും നടുവേദന എന്ന് പറയുന്ന ഒരു സാധനം മെയിൻ ആയിട്ട് വന്ന് വരും. നടുവേദന വന്നു കഴിഞ്ഞാല് പിന്നെ ഒരു പരിപാടി നടക്കത്തില്ല. പിന്നെ നമ്മുടെയൊക്കെ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പന്മാര് കൂടും എല്ലാ പരിപാടിക്കും. ഞങ്ങൾ പിള്ളേരും അത്യാവശ്യമൊക്കെ കൂടും. എല്ലാ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും അല്ല. അപ്പന്മാർക്ക് അവരുടെ പരിപാടി ഉണ്ടല്ലോ. രാവിലത്തെ അടുക്കള പണി കഴിഞ്ഞിട്ട് പോകാനുള്ള ഒരു ഗ്യാപ്പില്ല. അതെ, തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് ഒരു മ്യൂച്വൽ സംഭവം ആയതുകൊണ്ട് അത് നിങ്ങൾ ആരോഗ്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ആരോഗ്യം ശ്രദ്ധിക്കാന്ന് പറയുമ്പോ നിന്നെയൊക്കെ നോക്കി നിന്റെ കാര്യം ചെയ്യേണ്ട എനിക്ക് ഇവിടെ സമയം. അത് തന്നെ. അല്ല, ഈ ഡയലോഗ് അടിക്കും. അതായത് പണ്ടൊരു സമയം ഉണ്ടായിരുന്നു ജോയലെ, എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു ജോയലെ. അപ്പൊ ഇപ്പോ ഇങ്ങനെയായി. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞത് ഇന്നെയൊക്കെ. എന്റെ പൊന്നോ. പിന്നെ കുറ്റം പറയാതെ വിചാരിക്കരുത്. ഞാൻ മുടി പകുതി ഷേവ് ചെയ്യും എന്തെങ്കിലും ഒരു കാര്യം പറയണ കൂടി അങ്ങ് സമ്മതിച്ചു തരുവാണെങ്കിൽ. മിക്കവാറും. പക്ഷെ അതൊരു ശീലമായി പോയതുകൊണ്ട് ഇവര് പെട്ടെന്ന് സമ്മതിക്കണം എന്ന് നമുക്കില്ല കേട്ടോ. അതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. ഇവര് പെട്ടെന്ന് സമ്മതിച്ച്, അതായത് മമ്മി ഈ ഇതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ശരിയാടാ നീ പറഞ്ഞേ നമുക്കിവിടെ ഗ്ലിച്ചായിപ്പോ നമ്മളോട് എന്നാ പ്രശ്നം എന്നാ രാവിലത്തെ ബീപ്പിയുടെ കൂടി കഴിച്ചില്ലേ, എന്നെ വിഷയം എന്നാ
പക്ഷെ അവരങ്ങനെ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. അതായത് അവർ പെട്ടെന്ന് അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞ വിഷമം വരും. നമുക്ക് അവരുടെ അടുത്തുള്ള ആ ഒരു സംഭവം നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ചങ്കിക്കൊള്ളും. കാരണം അപ്പൊ ചെയ്യേണ്ടത് എന്നതാ, എപ്പോഴും അടിയായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ആ ഒരു ബോണ്ടിന് എപ്പോഴും സെറ്റപ്പ്. അവര് അമ്മ മോൻ ബന്ധം ശരിക്കും അടിയിൽ അങ്ങനെ പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇല്ലെങ്കിൽ അത് പറ്റത്തില്ല. ഈ പറയുന്ന പോലെ അവര് പെട്ടെന്ന് അങ്ങ് സമ്മതിച്ചു തരുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വളർന്നു വരുമ്പോ അത് മാറി വരുള്ളൂ. മാറി വരും. പണ്ട് നമ്മള് പറഞ്ഞു കഴിഞ്ഞാ എന്നുള്ള രീതിയിരിക്കും. പിന്നെ നമ്മള് വലുതായി വരുന്നതും കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോ അവര് നിനക്ക് ഇങ്ങനെ ചെയ്യണോ, ചെയ്തു ചിലപ്പോ തടസ്സം പറയും, എന്നാലും ചെയ്തോ എന്നുള്ള രീതിയിൽ പിന്നെ അവസാനം പറഞ്ഞെത്തും. ഇവർക്ക് ചില മാജിക് പവർ ഉണ്ടാവും. തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ട് അതിനകത്ത് മുട്ട എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ തുറന്നിട്ട് മുട്ട കാണാനില്ല. മുട്ട എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നോക്കി. പക്ഷെ നമ്മൾ നോക്കുമ്പോ ഒരു വിഷയമുണ്ട്. ചില സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി അതിന്റെ പുറകിലുണ്ടോ അതിന്റെ സൈഡിലുണ്ടോ അങ്ങനെ നമ്മൾ നോക്കില്ല. നമ്മള് ഫ്രിഡ്ജും തുറന്നിട്ട് മുട്ട സാറിന് വെക്കുന്ന സ്ഥലം അതല്ലേ, അവിടെ മുട്ടയില്ല, അതുകൊണ്ട് മുട്ടയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ പറയും മുട്ടയില്ല അല്ലേ. ഞാനെങ്ങാ ചെല്ലുമ്പോ അവിടെ മുട്ട ഉണ്ടെങ്കിൽ എന്നിട്ട് കറക്റ്റായിട്ട് വന്നിട്ട് ഒന്നുമില്ലാത്ത പോലെ അവിടുന്ന് ഫ്രണ്ടിൽ തന്നെ മേളിൽ തന്നെ മുട്ട എടുക്കൂടാ. അതെ എന്നാ ചെയ്യാൻ, ഇത് സെയിം തന്നെ. ഇപ്പൊ നമ്മള് മുട്ട വെക്കുന്ന ആ ഒരു ഇതിന്റെ അകത്ത് പോയി തപ്പിട്ടായിരിക്കും പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എന്തൊരു സാധനം ഇപ്പൊ എന്തൊരു കുക്കുമ്പറോ എന്തൊരു സാധനം എന്റെ ഇടയ്ക്ക് ഇരിക്കുമായിരിക്കും. നമ്മള് പോയിട്ട് നന്നായിട്ട് തപ്പും. എന്റെ എത്ര തപ്പിട്ട് കിട്ടില്ല, ഫുള്ള് തപ്പിയിട്ടും കിട്ടാത്ത സംഭവങ്ങളില് അതുപോലെ ഞാൻ അവിടെ വരുമ്പോ എങ്ങനെ സാധനം അവിടെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞത് നേരെ വന്നിട്ട് ഫ്രിഡ്ജ് തുറന്നിട്ട് ഒരു ഇതുമില്ല, ഇങ്ങനെ ഒന്ന് കൈ ഇടുന്നതും കാണാം, സാധനം എടുക്കുന്നത് അതെ നോക്ക പോലും ഇല്ല, സാധനം എടുക്കും. എന്നിട്ട് നമ്മളിങ്ങനെ എന്തുവാണ് ഇത് ജീനിയോ അങ്ങനെ നോക്കിയെന്നു ഒമ്മാതിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. മാജിക് പവറും ഉണ്ട് ഇവർക്ക്, വിഷയമാണ്. പിന്നെ അപ്പന്മാരുടെ കേസ് ഈ പറയുന്ന പോലെ അതല്ല. അതായത് അപ്പന്മാര് ചെറുപ്പം തൊട്ടേ നമ്മുടെ ഓരോ ടൈമിനുണ്ട്. അതായത് ഓരോ ടൈം കഴിയുമ്പോഴും അവർക്ക് നമ്മളോടുള്ള ഒരു സംഭവം വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ചെറുപ്പത്തില് ആ ഒരു താലോല സെറ്റപ്പ് ആയിരിക്കും. പിന്നെ ഈ കുസൃതിയും കാര്യങ്ങളൊക്കെ കാണിച്ചെടുക്കുന്ന അവന്മാരെ നമ്മുടെ പാട്ടിന് വിട്ട് ആ ഒരു സെറ്റപ്പ് ആയിരിക്കും. ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ അടുത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ അടുത്ത് ഇത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ വീട് ഓടിപ്പോകുന്നത്, ഇതെല്ലാം നമ്മുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ തമ്മിൽ കുറച്ചുകൂടെ ആ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ടോക്കുകൾ കൂടുതൽ വരാൻ തുടങ്ങും. കുടുംബത്തിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നന്നായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങും. ആ ഒരു ബോണ്ടിൽ ഇങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. അതായത് ആ ഒരു സംഭവത്തിന് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അമ്മമാരുടെ കേസിൽ മാത്രമാണ് അതൊരിക്കലും മാറത്തില്ല. ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും. ചെറിയ വ്യത്യാസങ്ങൾ അതായത് ചെറിയ വ്യത്യാസങ്ങൾ. പണ്ട് എങ്ങനെയായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടി കൂടിക്കൊണ്ടിരുന്നത്, അടി കൂടലും മാറിയിട്ടില്ല. പണ്ട് നമ്മൾ എങ്ങനെയാണ് കരുതിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മീശ വരെ വന്നു, മീശയും താടിയും വരെ വന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് കുട എടുത്തോ, ബൈക്ക് എടുത്തോ, ഇന്ന സാധനം എടുത്തോ, അവിടെ ചെല്ലുമ്പോ കുട ഒടിയേ പോകാവുള്ളൂ, ഇങ്ങനെ ചെല്ലുമ്പോ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തിട്ട് പോകാവുള്ളൂ, ഇങ്ങനെ കാണിക്കാവുള്ളൂ. ഇതെല്ലാം 1 തൊട്ട് 100 വരെ പറഞ്ഞു തന്നിട്ടാണ് വീട്ടിൽ നിന്ന് കൊടുത്തുള്ളൂ. പിന്നെ നമ്മുടെ കൂട്ടുകാരെ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നിൽക്കുമായിരിക്കും. പണ്ട് അതെനിക്ക് നാണക്കേടായിട്ട് തോന്നുമായിരുന്നു. അതായത് കൃത്യസമയത്ത് വീട്ടിൽ വന്നോളാം, പിന്നെ നീ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം പിടിക്കും, നമ്മളങ്ങനെ പറയും. പക്ഷെ അവർക്ക് എന്നും അത് അപ്പന്മാര് നമുക്ക് സൈഡ് വെക്കും. അപ്പന്മാരും ഇങ്ങനെ പറയും. പക്ഷെ അപ്പന്മാരൊരു പരിധി കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ അപ്പന്മാരത് പറയത്തില്ല. നീ അതെടുക്കാൻ മറന്നു പോയോ, കൊട എടുത്തില്ലേ, മഴ നനഞ്ഞു പനി പിടിച്ച് അവിടെ കിടന്നു, ആശുപത്രി ഞാൻ കൊണ്ടുപോകുന്നില്ല, അവിടെ കിടന്നു. ആ ഒരു സെറ്റപ്പിൽ അവര് നമ്മളെ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു വിൽ പവർ കൂട്ടാനുള്ള ഒരു സംഭവങ്ങൾ അവർ നന്നായിട്ട് നോക്കും അപ്പന്മാര്. പക്ഷെ അമ്മമാർക്ക് നമ്മൾ സ്റ്റിൽ പിള്ളേരാണ്. അമ്മമാര് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പിന്നെ വീട്ടിലെ ജോലിയെന്ന് തന്നെയല്ലേ വിളിക്കണേ. ഈ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് പോയി നിന്നിട്ടുണ്ടല്ലോ, വീട്ടിൽ വിളിക്കുന്ന പേര് ഒരു മടിയില്ലാണ്ട് വിളിക്കും. നമുക്കൊരു എക്സാമ്പിൾ, ഒരു കഞ്ഞി എക്സാമ്പിൾ എടുക്കണേ. അത് കട്ട് ചെയ്തില്ലേ. എന്റെ ഒരു കൂട്ടുകാരൻ അവനെ വീട്ടില് വവ്വായി എന്നാ വിളിക്കണേ. വവ്വാലിന് എന്തോ പറ്റി മാറി വന്നതാണ് വവ്വായി. ഈ വവ്വായി എന്നുള്ളത് അവന് 24 വയസ്സായി ഇപ്പം. കെട്ടുന്ന പ്രായം ആയിക്കൊണ്ടിരിക്കുന്ന ചെറുക്കനാണ്. കൂടെയുള്ള ചേട്ടന്റെ കല്യാണത്തിന് കൂട്ടുകാർ നിൽക്കുമ്പോഴും ഡ്രസ് എടുക്കാൻ പോകുമ്പോ മറ്റേ അണ്ണന്മാരെടുത്ത് പോയി എന്നിട്ട് പച്ചക്ക് മോനെ വവ്വായി ഒന്നുപോലെ എന്നാ ചെവി വന്ന് വിളിക്കുവോ, അതൊന്നുമില്ല, അങ്ങറ്റത്ത് ഉറക്കം വിളിക്കും. എന്താ ചെയ്യാനടാ. പിന്നെ മറ്റേ പോലെ തുണി എടുക്കാൻ പോകുമ്പോ പോയിട്ട് ചേട്ടാ ഷഡ്ഡി ഉണ്ടോ, അപ്പൊ നമ്മളോർക്ക് അപ്പനായിരിക്കും. അപ്പൊ നമ്മളാലോചിക്കും അപ്പന് ഷഡ്ഡി മേടിക്കാനായിട്ട് അമ്മ ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞ വൈകൊരു ഷഡ്ഡി. അവിടെയുള്ള മറ്റേ അണ്ണന്മാര് വന്നിട്ട്
85 60 എന്റെ പോലെ. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രായത്തിൽ അത് പിന്നെ പക്ഷെ ഒരു 18 വയസ്സായ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അപ്പോഴൊക്കെയാണ് ഇങ്ങനെ അമ്മമാരായിട്ട് പോകുന്നെങ്കിൽ നമുക്ക് പിന്നെ ഭയങ്കര നാണമായിരിക്കും. ഇപ്പൊ പിന്നെ നമ്മുടെ ആ ഒരു ഫ്രീ മൈൻഡ് നമ്മൾ പിന്നെ ഞാൻ മൈൻഡ് ചെയ്യണ്ടേ വിളിച്ച അമ്മയെന്നറിയാം. എനിക്ക് ഷെഡ്യൂണ്ട് മറ്റേ പബ്ലിക് സ്ഥലത്ത് കൊണ്ട് ഇതിന്റെ പേര് വിളിക്കുമ്പോഴേ ആരെ വിളിക്കുന്നേ, ആരെ ഇവിടെ, ആരെ ഒവ്വായി, ആരെ ഇവിടെ ഒവ്വായി, അതാരെ അമ്മ അമ്മ കേട്ടോ. അയ്യോ അത് ശരിയാട്ടോ, എനിക്കറിയാം ഇഷ്ടംപോലെ എന്റെ കൂട്ടുകാരുണ്ട് ഈ പറഞ്ഞ കണക്ക് പബ്ലിക്കായിട്ട് വിളിക്കുമ്പോൾ ഇവന്മാരങ്ങ് ഉരുകി തീരും അങ്ങോട്ട്. പക്ഷെ അവരങ്ങനെ തന്നെ വിളിച്ചോട്ടെ, അതൊരു രസമാണ്, രസം പരിപാടിയാണ് ഈ പറഞ്ഞ കണക്ക്. എടാ നമ്മൾ ആമ്പിള്ളാര് ഇപ്പം നമ്മൾ ആമ്പിള്ളാർ സർക്കിളിന്റെ ഇടയ്ക്കല്ലേ വിളിക്കണമെങ്കിൽ നമ്മൾ പിന്നെ ആ പേര് വിളിക്കില്ല. നല്ല പെമ്പിള്ളാര് കൂട്ടുകാരുടെ ഇടയിൽ നിൽക്കുമ്പോഴാണ് അമ്മമാര് ഇത് വിളിക്കണമെങ്കിൽ അവളുമാര് നമ്മൾ അത് തന്നെ വിളിക്കും. ഈ കോളേജിൽ മറ്റേ സ്ഥലത്തൊക്കെ പോയിട്ട് നിൽക്കുമ്പോൾ ഇവളുമാര് നമ്മൾ ആ പേര് വിളിക്കും. ഓ സത്യം, അതൊരു വള്ളിയാണ്. അമ്മമാർ പ്ലീസ് കുറച്ചൊക്കെ ഒന്ന് ആൾക്കാരുള്ളപ്പോ നമ്മള് അതെ കുറച്ച് സ്റ്റെൽത്ത് ആണ്, അതായിരിക്കും നല്ലത്. വിളിച്ചോ അതെ മറ്റേ വവ്വായി വിളിക്കല്ലേ വവ്വായി എന്റെ പേരല്ലേ. എന്തെങ്കിലും അസുഖം ഒന്ന് കിടക്കുമ്പോ ഓഫ് എന്താലേ ഇപ്പോഴാണ് പനിയുടെ ടൈം കൂടെയാണ്. അതെ അതെ ഓ പനി, അതായത് രാവിലെ തൊട്ട് രാത്രി വരെ ഇടക്കിടക്കിടക്കിടക്കിടക്കിടക്ക് ഒന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പപ്പ രാവിലെ പോകുമ്പോ നമ്മളൊന്ന് പിടിച്ചു നോക്കിട്ടു, ഉച്ചയ്ക്ക് വരുമ്പോഴും ഒന്ന് പിടിച്ചു നോക്കിട്ടു, രാത്രി വരുമ്പോഴും ഒന്ന് പിടിച്ചു നോക്കിട്ടു. അതിന്റെ ആവശ്യമേ ഉള്ളൂ. എന്നാലും ഇപ്പൊ തലവേദന എടുത്ത് പൊളിഞ്ഞു കിടക്കുമായിരിക്കും. എനിക്കൊക്കെ മൈഗ്രെയിൻ്റെ ആളാ. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ മുറിക്കകത്തേക്ക് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചവിട്ടി വെളിയിലിടും. അതുപോലത്തെ അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം അത്ര സ്നേഹമുള്ളവനാണ് വന്ന് പറയണം. പക്ഷെ ആ ഒരു സമയത്ത് ഇതൊന്നും വർക്കാവത്തില്ല. ഈ പറഞ്ഞ പോലെ ഇടക്കിടയ്ക്ക് വന്ന് ചോദിക്കും, ജോലി എങ്ങനെയുണ്ട്, കുഴപ്പമില്ല. കൃത്യം അപ്പുറം വരെ പോയിട്ട് ജോലി എങ്ങനെയുണ്ട്, കുഴപ്പമില്ല. അസുഖം വന്ന് കിടക്കുമ്പോ അതെ അമ്മയുടെ ആ ഒരു വാത്സല്യം അതെ നമുക്ക് ഹീൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും ചിലർക്ക് സ്നേഹം കൂടുതലാണ്, നമുക്ക് അത്ര സ്നേഹത്തിന്റെ ആവശ്യമില്ല. എന്നാലും അതെ സ്നേഹം എപ്പോഴും നല്ലതാണ്. സ്നേഹം നല്ലതാണ്. പക്ഷെ സ്നേഹം ഒരു 10x ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ കണക്ക് ചിലര് നമ്മളെ ഈ പറഞ്ഞ കണക്ക് അയ്യോ സാരില്ല എന്നുള്ള സെറ്റപ്പിൽ അങ്ങ് സൈഡിലേക്ക് ഉണ്ട്. ചിലര് ജോയലെ ഫോണങ്ങ് മാറ്റി വെച്ചേക്കും, നിനക്ക് പനിയാന്നല്ലേ പറഞ്ഞേ. പിന്നെ വേറെ സംഭവമുണ്ട്, അതായത് പ്രാർത്ഥനയെല്ലാം ഉള്ള ടൈം ആകുമ്പോഴത്തേക്ക് സ്വാഭാവികം എനിക്കൊക്കെ ചെറുപ്പത്തിൽ എന്റെ പരിപാടിയാണ്. അതായത് അന്നത്തെ ദിവസം നമുക്ക് പനിയായിരിക്കും, പനിയായിട്ട് നമ്മൾ സ്കൂളിൽ പോയി കാണത്തില്ല. പക്ഷെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പനി അങ്ങ് വിട്ടു, കുഴപ്പമില്ല. പക്ഷെ പ്രാർത്ഥനയ്ക്ക് കൂടാണ്ടിരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ ആവാറാകുമ്പോഴത്തേക്കും ഈ ഒരു സെറ്റപ്പിലേക്കൊക്കെ മാറിയിട്ട് പ്രാർത്ഥനയ്ക്കൊന്നും കൂടത്തില്ല. അന്നേരം മമ്മി നേരെ റൂമിലേക്ക് വന്നിട്ട് നിനക്ക് വൈകിട്ട് പനി കുറഞ്ഞായിരുന്നല്ലോ, കണ്ടതാണ് നിനക്ക് പനി പറഞ്ഞപ്പോഴത്തേക്കും പനിയാണെന്ന് പറഞ്ഞ വയ്യ മമ്മി വിഷയ നിന്റെയൊക്കെ. എന്നിട്ട് കൃത്യം പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓണാ. മമ്മി ഒന്നൊരു നിപ്പുണ്ട് സ്കാൻ ചെയ്താന്ന് അറിയാം. എന്നിട്ട് അവർ പൊക്കോട്ടെ വെച്ചിട്ടൊക്കെ വിടുകയും ചെയ്യും. പിന്നെ നമ്മള് ആമ്പിള്ളേർക്ക് ഈ നമ്മളെടുത്ത് അടുക്കളപ്പണി ചെയ്യാൻ പറയുവാണെങ്കിൽ രാവിലത്തെ മാത്രം സംഭവങ്ങൾ, അതായത് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് അവര് അടുക്കളയിൽ ചെയ്യുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു 8 മണി അല്ലെങ്കിൽ ഒരു 6 മണി തൊട്ട് 10 മണി വരെയുള്ള പരിപാടികളായിരിക്കും. ഇത് ഇത്ര നമ്മളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് എന്നാ പാടുവിട്ട പരിപാടിയാണ് അല്ലേ? അന്യായ പാടുവിട്ട പരിപാടിയാണ്. അപ്പൊ അമ്മമാരെ വീട്ടിലെല്ലാങ്ങളാണ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത്ര സംഭവങ്ങൾ നമ്മുടെ അടുത്ത് രാവിലെയുള്ള സാധനം തന്നെ നമ്മുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ കിളി പോയിരിക്കും. എണ്ണയും ഉണ്ടാക്കുക ഒത്തിരി പോകുന്ന ദിവസമേ അതേ കണക്ക് സംഭവങ്ങളാണ് ഇവർ ഈ വർഷങ്ങളായിട്ട് രാവിലെ ചെയ്തുകൊണ്ടിരിക്കണേ. അത് അവരുടെ റൊട്ടീന്റെ ഭാഗമായി എന്നുള്ള സെറ്റപ്പായി പോയി. ഒരു പരാതിയില്ല, ഒന്നുമില്ല. ആ ഒരു സെറ്റപ്പിൽ അവരെല്ലാ ദിവസവും ചെയ്യും. ഇതൊക്കെ ഞാൻ പറയുമെങ്കിലും നാളെ രാവിലെ 8 മമ്മി ഇതെല്ലാം ചെയ്ത് കണ്ടു കഴിഞ്ഞാലും ഞാൻ ചെന്നിട്ട് ഈ വഴിയൊക്കെ തിരിഞ്ഞു പോകും. അതെ ഉണ്ടാക്കുന്നേ. ആ ഒരു സെറ്റപ്പിൽ നമ്മൾ നിൽക്കത്തുള്ളൂ. അതങ്ങനെയാണ്. പ്രശ്നം എന്നറിയോ, നമുക്കിതെല്ലാം അറിയാം, എല്ലാം അറിയാം. അതായത് ഇവര് നമുക്ക് അറിയില്ല, ഇവർക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം. ഇതിന് ഇന്റൻസിറ്റി നമുക്കറിയില്ല എങ്കിലും ഇവരുടെ അവസ്ഥ ഇതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ ചെയ്യൂ അതുമില്ല. അതങ്ങനെയാണ്. ഇപ്പൊ ഈ പറയുന്ന പോലെ അമ്മയും മക്കളും തമ്മിലുള്ള ബോണ്ടിന്റെ കേസ് പറയുകയാണെങ്കിലും നമുക്കറിയാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയായി പോകുന്നത്. പക്ഷെ നമ്മൾ ചെയ്യില്ല. ഉണ്ടാണ്ടിരിക്കണം എന്നറിയാം, പക്ഷെ പറ്റില്ല. അതാണ് ശരിയെന്നറിയാം. പക്ഷെ മുമ്പ് പറഞ്ഞില്ല, അതായത് ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് മമ്മി എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് അവിടെ വിളി കേക്കല്ലെന്ന് തന്നെയാണ് മനസ്സിൽ ഉറപ്പിക്കണേ. കാരണം കേട്ടില്ലെങ്കിൽ അങ്ങോട്ട് കത്തിക്കാൻ പറ്റത്തുള്ളൂ, രണ്ടുപേർക്ക് അടികൂടാൻ പറ്റത്തുള്ളൂ. അതൊരു സ്പെഷ്യൽ സംഭവമാണത്. അതങ്ങനെ മാറാണ്ട് തന്നെ ഇരിക്കട്ടെ. കാരണം അതാണ് ഈ ഓർക്കാനും പിടിക്കാനും ഒരുപാട്. കാരണം ഒരു ടൈം കഴിഞ്ഞ് നമ്മളൊക്കെ ഒന്ന് കല്യാണം കഴിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞ പോലെ ആ ഒരു സംഭവങ്ങളൊന്നും പിന്നീട് വലുതായിട്ട് ഉണ്ടാവില്ല. നമ്മളൊരു കല്യാണം, നമ്മൾ ആൺപിള്ളേര് കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഭാര്യയായി, പിള്ളേരായി,
നമ്മൾ അങ്ങ് മാറി. ചിലപ്പോൾ ചിലരുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും അവര് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു അത്രയും നാളത്തെ അവരുടെ ആ ഒരു നമ്മുടെ സ്വന്തമാണല്ലോ. പിന്നെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാത്രം സ്വന്തമല്ല, നമ്മളൊരു സംഭവം ഷെയർ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഷെയർ ചെയ്യാന്ന് മാത്രമല്ല, പ്രയോറിറ്റി അവർക്ക് മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനി ഇത്രയും നാളും അവരെ കൺട്രോൾ ചെയ്തിരുന്ന പോലെ ഇവിടെ പോകുമ്പോൾ അങ്ങനെ ചെയ്യണം, അവിടെ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പോവാവുള്ളൂ, അങ്ങനെ പോവാവുള്ളൂ എന്നുള്ളത് നമുക്ക് ഇനി പറയാൻ പറ്റത്തില്ല എന്നുള്ള സെറ്റപ്പായി പോകും അമ്മമാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഉള്ള കാലം അത്രയും അത് അങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലത്. നല്ല അടി ഉണ്ടാക്കുക, നല്ലപോലെ അടി ഉണ്ടാക്കുക, എന്നാലാണ് ആ ഒരു സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. ഒരിക്കലും അങ്ങനെ അടി ഉണ്ടാക്കാണ്ടിരിക്കണം ഞാൻ പറയത്തില്ല. നല്ല അടി ഉണ്ടാക്കണം, എന്നാലാണ് നല്ല ഓർമ്മകൾ ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ അടി ഉണ്ടാക്കി കഴിഞ്ഞ് ഇന്നങ്ങ് പോയി നാളെ അത് ഓക്കെ ആവുകയാണ് വിഷയമില്ല. അങ്ങനെയാണ് വിഷയമില്ല. അടികൾക്ക് ലെവലുണ്ട്. ഇപ്പൊ നമ്മൾ കാണുവാണെങ്കിൽ അമ്മമാരുടെ തല വരെ തല്ലി പൊളിക്കുന്ന ടീമുകളുണ്ട്. അതുപോലത്തെ പരിപാടികളല്ല ഈ പറഞ്ഞ ടിപ്പിക്കൽ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു അമ്മമാരും മക്കളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിൽ വരുന്ന കുറെ സംഭവങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ പോട്ടെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അങ്ങോട്ട് ഇടിക്കും ഇങ്ങോട്ട് ഇടിക്കും, ആ ഒരു സെറ്റപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം പറഞ്ഞതിന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ചില അമ്മമാരുടെ മനസ്സിൽ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയേണ്ടാത്ത പല കാര്യങ്ങളും കയറ്റി പറയും. അതെ, അങ്ങനെ പറയുമ്പോൾ മെന്റലി ചിലപ്പോൾ ഡൗൺ ആയി പോകുന്ന ആൾക്കാരുണ്ടാവും. അതെ അതെ അതെ. അങ്ങനെയാണ് നിങ്ങളുടെ അമ്മയെങ്കിൽ ശ്രദ്ധിക്കുക, വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. എന്റെ ഇവന്റെ കേസിൽ ഒരു വിഷയമില്ല, പറയുന്നൊക്കെ അപ്പത്തിന് ചകാന്ന് പറഞ്ഞങ്ങ് തീർക്കാം. ചിലപ്പോ ഒരു ദിവസത്തേക്ക് ഒരു മടുപ്പുണ്ടാവും, അല്ലെങ്കിൽ ഒരു മുഷിപ്പുണ്ടാവും. അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അതങ്ങ് ഓക്കെ പൊക്കോളും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പോലും അറിയത്തില്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ കൂട്ടുകാരുടെ അമ്മമാരുണ്ട് ഈ പറഞ്ഞ കണക്ക് ഒന്നും പറയത്തില്ല, ഒരു സംഭവം പറയത്തില്ല. പറഞ്ഞാൽ തന്നെ അതായത് ഇന്റൻസിറ്റി ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും അങ്ങോട്ടൊന്നും പറയത്തില്ല. അങ്ങനെ ആ ഒരു സെറ്റപ്പിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാത്ത അമ്മമാരുടെ അടുത്ത് മക്കളെല്ലാം ചെന്ന് പറയത്തുമില്ല. എല്ലാ അമ്മമാരുടെ പറയാൻ പറ്റില്ല, അതൊരു സംഭവമാണ്. അതിനുള്ള ഒരു സ്പേസ് വരുന്ന അമ്മമാരുടെ അടുത്താണ് നമുക്ക് എല്ലാം പോയി പറയാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ആൺപിള്ളേരും കൂടെ ആയതുകൊണ്ട് അമ്മമാരുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ അത്രയ്ക്കും ഓപ്പണപ്പ് ആവത്തില്ല. ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ അതായത് ഒരു അത്രയും പാവമായിട്ട് നിൽക്കുന്ന അമ്മമാരാണ് എങ്കിൽ ഈ പറഞ്ഞ കണക്ക് അങ്ങനെ ആയിരിക്കും. ഇപ്പം നമ്മള് ചെറുതായിരിക്കുമ്പോ തൊട്ട് ശീലിച്ചു വരുന്ന നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു അമ്മേനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അമ്മേനെ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്ന് ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. എല്ലാവർക്കും എന്നല്ല, എന്നാൽ മനസ്സിലാകുന്നത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അതിനുശേഷമെങ്കിലും നമ്മള് നന്നായിട്ട് പെരുമാറ. ചിലപ്പം ചിലവരുടെ ഒരു ക്യാരക്ടർ ആണല്ലോ, ചിലവര് പാവമായിരിക്കും, അതെന്നെ ചെയ്താലും മാറ്റാൻ പറ്റില്ല. ഒന്നും പറയില്ല, ചിലപ്പോൾ ഒരു അടി ഉണ്ടാക്കില്ല, ഒന്നും മിണ്ടാതെ എവിടെയെങ്കിലും ഇരിക്കും, അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് അമ്മമാരോട് പെരുമാറി കഴിഞ്ഞാൽ ആ സ്വഭാവം ഓക്കെ ആയി പോകും. ചിലപ്പം നമ്മളൊന്നും പറയാത്തത് കൊണ്ട് ചിലവർ ഇങ്ങോട്ടൊന്നും ചോദിക്കില്ല. ചില അമ്മമാര് മോനെ എവിടെ എങ്ങനെയായിരുന്നു കോളേജിൽ എന്തായിരുന്നു വിശേഷം, പരിപാടി, ഇതൊന്നും ചോദിക്കില്ല. അവര് എന്നത്തെ പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് ടിപ്പിക്കൽ സംഭവങ്ങളായിട്ട് ഇങ്ങനെ നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ വല്ലതാണ് നിങ്ങളുടെ അമ്മ എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് പറയാത്തത് കൊണ്ടൊന്നും ഇങ്ങോട്ട് ചോദിക്കാതിരിക്കുന്നതായിരിക്കും. അപ്പൊ എന്തെങ്കിലും അങ്ങോട്ട് പോയി പറയുക, ചിലപ്പോൾ ആ ഒരു ബോണ്ട് നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടും. തീർച്ചയായിട്ടും കൂടും. അപ്പൊ നിങ്ങൾ അമ്മമാർ ഇങ്ങോട്ട് വന്ന് നന്നായിട്ട് അടിയുണ്ടാക്കുന്ന അമ്മമാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അത് സമ്മതിച്ചും കൊടുക്കരുത്. അടുത്തൊരു ഫണ്ണില്ല പറയുന്ന പോലെ അവർക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരതങ്ങ് നിർത്തിക്കളയും അല്ലേ. നമ്മൾ രണ്ട് സൈഡും പറയുവാണെങ്കിൽ ചില അമ്മമാര് തലവേദനയാണ്. പിള്ളേരെ നല്ല റോങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയാം, അങ്ങനെ കുറച്ച് പേര് അറിയാം. നമ്മള് ജനറൽ ആയിട്ട് ഒരിക്കലും പറയുന്നല്ലേ, ഇത് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവരും ഉണ്ട്. നല്ലൊരു സൈഡ് മാത്രം പറയുന്നതിൽ ഒരു കാര്യമില്ലോ. അതെ അതെ. ചിലരുടെ മക്കള് ഈ പറഞ്ഞ മിണ്ടാപ്പൂച്ചകളും അതുപോലത്തെ ഒന്നും പറയില്ലാത്ത പിള്ളേരും ആയിരിക്കും. അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനെ വന്നിരുന്ന് ഞാൻ പറഞ്ഞ മറ്റേ സൈഡാണ്. അതായത് എപ്പോഴും വന്നിങ്ങനെ പറഞ്ഞുകൊണ്ട്, അതായത് ചുമ്മാ ഇവരുമായിട്ട് അങ്ങനെ അടിയുണ്ടാക്കാനുള്ള ഒരു കൊതി കൊണ്ട് അമ്മമാര് വന്നിട്ട് ഇങ്ങനെ അടിയുണ്ടാക്കും. പക്ഷെ പിള്ളേരൊന്നും പറയത്തില്ല, തിരിച്ചൊന്നും പറയത്തില്ല. അപ്പൊ അമ്മമാർക്ക് അവരുടെ അടുത്തുള്ള ആ ഒരു ബോണ്ടങ്ങ് ഇച്ചിരി അങ്ങ് ഇല്ലാണ്ടായി പോകും. ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇങ്ങോട്ടൊന്നും പറയാത്തത് കൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്, അതങ്ങ് പയ്യങ്ങില്ലാണ്ടാവും. അത് ഒട്ടുമില്ലാണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മമാരൊന്നും പറയാണ്ടാവും. പിന്നെ എന്ത് സംഭവിച്ചപ്പോൾ ഒരു വഴക്ക് പറയത്തില്ല. കാരണം സ്വാഭാവികമായിട്ടും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും പറയത്തുമില്ല, അവനത് ഫീൽ ആകുന്നുള്ള സെറ്റപ്പില് അതിൻ്റെ അത് കോംപ്ലിക്കേഷൻ കൂടിപ്പോകും. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. കാരണം എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവനത് വിഷമാവും, അവനത് തിരിച്ച് പറയുന്നത് പറയത്തുമില്ല, ആ ഒരു സെറ്റപ്പിലേക്ക് ആയിപ്പോകും. അപ്പൊ അതുകൊണ്ട് അമ്മമാരെ ഒന്ന് പിടിക്കുകയാണെങ്കിൽ തിരിച്ചു പിടിക്കണം നന്നായിട്ട്, അവർക്ക് വേറെ വിഷമങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ. അതെ. അപ്പൊ അമ്മമാര് അതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ വഴക്കുണ്ടാക്കുമ്പോ അല്ലെങ്കിൽ വഴക്ക് പറയുമ്പോ നിങ്ങളുടെ കുട്ടിയെ അത് എങ്ങനെയാണ് അഫക്ട് ചെയ്യണമെന്ന് നോക്കണം. അതും കൂടെ നോക്കുക. ചിലവര് മെന്റലി ഭയങ്കര ഡൗൺ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അവരെ മൊത്തം ദിവസത്തെ മൂഡ് പോകും.
ഇപ്പം നമ്മളൊന്ന് വഴക്കുണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ രാവിലത്തെ ഒരു മൂഡ് പോകും. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളെ ഓണായി വരും. ഇപ്പം ചിലവർ വീട്ടിൽ വഴക്കുണ്ടാക്കി അമ്മ എന്തെങ്കിലും രണ്ടെണ്ണം പറഞ്ഞിട്ടാണ് ഇറങ്ങി പോകുന്നതെങ്കിൽ അവർക്ക് ഭയങ്കര പാടായിരിക്കും. ഇവിടെ തിളക്കി കഴിഞ്ഞാൽ ബൈക്കിൽ അപ്പം അവർക്ക് പാടായിരിക്കും. അപ്പം അമ്മമാർ കാണുന്നുണ്ടെങ്കിൽ അമ്മമാർ ശ്രദ്ധിക്കുക, കുട്ടിയെ എങ്ങനെയാണ് ഒരു വഴക്കുണ്ടാകുമ്പോൾ അഫക്റ്റ് ചെയ്യണമെന്ന് നോക്കുക. അതിനനുസരിച്ച് സംഭവം മാനിപ്പുലേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്ക് പറയാനുള്ള വോയിസ് ഉണ്ട്. കാരണം ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ കൂടുതൽ നമുക്ക് പല പല നമ്മുടെ കൂട്ടുകാരുടെ എല്ലാ അമ്മമാരായിട്ട് നമുക്ക് നല്ല കമ്പനി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവരുടെ കാര്യങ്ങൾ അത്യാവശ്യം നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ എന്തുകൊണ്ടും ഞങ്ങൾ ആപ്റ്റാണ്. 100%. അമ്മമക്കളും നന്നായിട്ട് തന്നെ അടി ഉണ്ടാക്കുക. എങ്ങനെയാന്ന് നോക്കിയിട്ട് മാത്രം. നിങ്ങളുടെ അടി നിങ്ങൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുക, നിങ്ങളെ അമ്മയെ മോശമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റുക, കുറയ്ക്കുക. അതെ, എന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുക. ഇനി അതല്ല സ്ക്രാച്ച് ആൻഡ് വിൻ ടീംസ് ആണെങ്കിൽ അതങ്ങനെ തന്നെ പൊക്കോട്ടെ. അത് തന്നെ ഇപ്പൊ എങ്ങനെയാണ് പോകുന്നത് അത് അങ്ങനെ തന്നെ പൊക്കോട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരുവിധ രീതിക്ക് വേറെ വള്ളികളൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ നല്ല അടി ഉണ്ടാക്കിയിട്ട് തന്നെ പൊക്കോ. കാരണം അമ്മയുടെ മക്കളുടെ അടി ബോണ്ട് കൂട്ടും. മര്യാദക്കാണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞത് ഇപ്പൊ നേരത്തെ വീട്ടിൽ ചെല്ലാത്തതിന് എനിക്കിവിടെ നല്ല പണി കിട്ടും. വീട്ടിൽ ചെല്ലുമ്പോ പ്രിപ്പയർ ആയിട്ട് ചെയ്യാം. നമ്മുടെ മുഖം ഇങ്ങനെ വെച്ച് പറയാനുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പോണേ. എന്റെ അമ്മയാണ്, എനിക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അത് വിഷയമുള്ള കേസല്ല. ദാറ്റ്സ് ഓൾ അല്ലടാ. ഓക്കെ, അപ്പോൾ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ടോപ്പിക്സിനെ പറ്റി ഞങ്ങൾ സംസാരിക്കുന്നെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്തുക. അതെ, വീഡിയോ കാണുന്ന 68% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങക്ക് ഞാൻ മറ്റേ പോലെ ഒന്നും പറയത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട് ഉള്ളില് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷെ നിങ്ങളെ ഇഷ്ടമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കാരണം നിങ്ങൾ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ? അതെ, ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടല്ലോ. നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് തന്നെ കാണുന്നവരുണ്ട്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് അവരുടെ എല്ലാ കണ്ടന്റും കാണാൻ ആഗ്രഹം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇത് മറ്റേ റിവേഴ്സ് സൈക്കോളജി അടിക്കുന്നതല്ല. കാരണം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അടുത്ത ഒരാഴ്ചയിൽ ഇത് 10K അടിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ പറയുന്നുള്ളൂ, കാരണം എനിക്കും അത് നമുക്കും ഗുണം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, സംസാരിക്കുന്നതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ്. ഓക്കെ, നമ്മൾ പോഡ്കാസ്റ്റ് മാത്രമല്ല, നമ്മുടെ ചാനലിൽ വ്ളോഗുണ്ട്. വ്ളോഗുകളാണ് കൂടുതലും. ചാനൽ ചെക്ക് ചെയ്താൽ മതി. അതെ, ചാനൽ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ വന്ന പോഡ്കാസ്റ്റിന് എണ്ണമാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇനിയും നല്ല അടിപൊളി വ്ളോഗുകൾ നമ്മൾ വരുത്തും. നമ്മുടെ ഒരു ലൈഫ് ഏറെക്കുറെ ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റപ്പിലാണ് എല്ലാ ദിവസവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടംപോലെ പരിപാടികളുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരുടെ ഫാമിലീസ് സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ നല്ല പരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോ മറ്റൊരു പോഡ്കാസ്റ്റിൽ മറ്റൊരു വെടിക്കെട്ട് ടോപ്പുമായിട്ട് അപ്പൊ മറ്റൊരു പോഡ്കാസ്റ്റിലെ മറ്റൊരു വെടിക്കെട്ട് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും